സഭ കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു സഭയാണ് നമ്മുടെ CSI സഭ. 55 ലക്ഷത്തിലധികം അംഗങ്ങളാണ് അതിലുള്ളത്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, ശ്രീലങ്ക, ജാഫ്ന തുടങ്ങിയുള്ള സ്ഥലങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളിലും പ്രവർത്തനങ്ങളിലും ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും നമ്മുടെ സഭയും സഭാംഗങ്ങളുണ്ട്. ഇതിലെ 4 പ്രധാനപ്പെട്ട സ്ഥാനങ്ങളാണുള്ളത്. ഒന്ന് മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, ജനറൽ സെക്രട്ടറി, ട്രഷററുള്ള സ്ഥാനങ്ങളാവുന്നു. അതിലെ സ്ഥാനം നമ്മൾ പറയുമ്പോൾ രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയാം. തീർച്ചയായിട്ടും ഇത് നമ്മുടെ മഹാടെ സംബന്ധിച്ച് വളരെ ഒരു അംഗീകാരം എന്ന് പറയാൻ പാടില്ല. കാരണം പലപ്പോഴും ഈ കാര്യം എന്നോട് പറയാൻ അതിന് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ പിന്മാറിയെങ്കിലും അവസാനം അത് ഇതൊരു വ്യക്തിക്ക് കിട്ടുന്നതല്ല, ഒരു മഹാടക്ക് ലഭിക്കുന്ന അംഗീകാരമാണ് എന്നാൽ ഇത്രയും ഒരുപാട് സഹബിഷപ്പ്മാർ അവർ പറയുകയും ഞാനത് ഓർത്ത് പ്രധാനം ശരിയാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഏറ്റവും അവസാനം ഇതിൽ തെരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തത്. വളരെ ചുരുങ്ങിയ സമയത്തേക്കാണ് തെരഞ്ഞെടുപ്പെട്ടതെന്ന് അറിയിച്ചുകൊണ്ട്, അതായത് നവംബർ മാസമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ജനുവരി മാസത്തിൽ ഇലക്ഷൻ നടക്കേണ്ടതാണ്. അപ്പോൾ വളരെ ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ജനുവരിയിൽ നടക്കേണ്ടിയിരുന്ന സെനറ്റ് സമ്മേളനം, അതിന് മുമ്പുള്ള സെനറ്റ് സമ്മേളനത്തിൽ അല്പം കൂടെ മുമ്പോട്ട് പോയിട്ട് വെച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനം ഒന്നടങ്കം സെനറ്റിൽ ഉണ്ടാവുകയും അപ്രകാരമാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സെനറ്റ് സമ്മേളനം എപ്പോൾ നടത്തുന്നു അപ്പോൾ പുതിയ ഇലക്ഷൻ വരും. അതുവരെ മാത്രമേ എൻ്റെ സ്ഥാനമുള്ളൂ. അതിനുശേഷമുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കൊരു ടേം ഇല്ല. അതുകൊണ്ട് പിന്നീട് എനിക്ക് നിൽക്കണമെന്ന് താല്പര്യമില്ല. പലപ്പോഴും പറയാറുണ്ടെങ്കിലും അങ്ങനെ താല്പര്യമില്ല. താല്പര്യമുണ്ടെങ്കിൽ തന്നെ എനിക്ക് കാലഘട്ടവുമില്ല. അതുകൊണ്ട് ഇത് തന്നെ ചിന്തിക്കുന്നതിനും വിചാരിക്കുന്നതിനും അപ്പുറമാണ് എന്ന് ഞാൻ സമയത്ത് പറയട്ടെ. ഇതിനെല്ലാം ഇടയായി തീരുന്നത് ദൈവത്തിന്റെ വലിയ കൃപയാണ്. അല്ലാതെ എൻ്റെ ഏതെങ്കിലും ഒരു ലക്ഷ്യമൊന്നുമല്ല. നമ്മുടെ സഭാമക്കളുടെ CSI ഈശ്വരന്മാരുടെ സഭാമക്കളുടെ എല്ലാവരുടെയും ഉള്ള ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന ആണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്ന് ഞാൻ സമയത്ത് നമ്മളോട് ഓർമ്മിക്കും. മാത്രമല്ല കഴിഞ്ഞ വിശുദ്ധ സമയത്ത് എനിക്ക് ശാരീരികമായ ക്ഷീണം ഉണ്ടായി. സഭാമക്കൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി അതിന് പ്രാർത്ഥിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും എഴുന്നേറ്റ് ചെയ്യാനാണ് ദൈവം പറഞ്ഞത്. അന്ന് മാത്രമല്ല എല്ലാ സമയത്തും സഭാമക്കൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ക്രൈസ്തവത്തിന്റെ ഈ സഭയുടെ അകമഴിഞ്ഞ പ്രാർത്ഥനയ്ക്ക് പ്രോത്സാഹനം കൃത്യമാണെന്ന് പറയാം. ഇതിപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഇത് എന്തായാലും പറയണമെന്നില്ല. ഒരിക്കൽ പോലും മനസ്സിൽ വിചാരിക്കാത്ത രീതിയിലുള്ളൊരു അനുമോദനവും അതുപോലെ ആഘോഷങ്ങളുമാണ് ഇത്. ഇങ്ങനെ പിറന്നാൾ, എൻ്റെ പിറന്നാൾ തന്നെ അടുത്ത കാലത്താണ് ഞാൻ ഓർക്കാൻ തുടങ്ങിയത്. അതുപോലെ വിവാഹവാർഷികത്തെക്കുറിച്ചും പലപ്പോഴും വിവാഹവാർഷികളുടെ കഴിവാണ് രാജയോട് പറയുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം എല്ലാം അറിയാമെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ മുകളോട് നോക്കുന്നത്. അപ്പോൾ അത്രയാണ് നമ്മുടെ ദിവസത്തെക്കുറിച്ചുള്ള ആചരണങ്ങളും കാര്യങ്ങൾ. അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയല്ല. പക്ഷേ ഈ അടുത്ത സമയത്തൊക്കെയും ആൾക്കാർ ഓർക്കുകയും അത് വലിയ ആഘോഷമാക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടെ ഞാൻ സന്തോഷിക്കും. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛൻ, കൊച്ചമ്മ മക്കൾ, അച്ഛൻ്റെ അമ്മ കച്ചമ്മ ഇപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. അമ്മ കച്ചമ്മ, അതുപോലെ പ്രിയപ്പെട്ട അച്ഛമ്മമാർ എല്ലാവരും, സഭാസദസ്യർ എല്ലാവരെയും ഞാൻ ശ്രദ്ധിക്കുന്നു. അനേക മുഖങ്ങൾ പരിചയമുള്ളവരുണ്ട്. അവരെല്ലാം ഞാൻ ഓർക്കുന്നു. അവരുടെ എല്ലാ സ്നേഹാഭിഷേകത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ദൈവം നല്ല ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇത് പിറന്നാൾ ഈ ഇന്നലെ കഴിഞ്ഞ ദിവസമായിട്ട് പിറന്നാൾ. ഇനി ഒരു പിറന്നാളും കൂടെ ദൈവം അനുഭവിച്ചാൽ ആഘോഷിക്കാനുണ്ട്. പിന്നത്തെ പിറന്നാളിൽ ഇത്ര വലിയ ആഘോഷം കാണത്തില്ല. കാരണം ആ പിറന്നാളിൽ തലേ ദിവസം സ്ഥാനം മാറണം എന്നാണ് നമ്മുടെ നിയമം. അതുകൊണ്ട് അടുത്ത ഒരു പിറന്നാൾ നിയമം അനുഭവിക്കാറുണ്ട്. ആഘോഷമില്ലെങ്കിൽ ഞാൻ പറയണം. കാരണം 2 വർഷം കഴിഞ്ഞ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു വാങ്ങുള്ളൂ. 2 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഈ ഇലക്ഷൻ ആക്കുകയാണ്. പുതിയ ഇലക്ഷനൊക്കെ വരികയാണ്. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരാണ്. അടുത്ത ഇലക്ഷന് പ്രധാനപ്പെട്ട ആളുകൾ കൗൺസിൽ ആണ് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന ആ കാര്യത്തോടുകൂടി വളരെ പ്രാർത്ഥനയോടും അടുത്ത ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ പങ്കുചേരണമെന്ന് കൃത്യമായിട്ട് അധ്യക്ഷൻ എന്ന നിലയിൽ അറിയിക്കുകയും മാത്രമല്ല CSI സഭയ്ക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കും. നമ്മുടെ സഭയ്ക്ക് ഭാരതത്തിൽ ഏറ്റവും ശക്തമായ സ്വാധീനം ചെലുത്തുവാനും
നല്ല സാക്ഷ്യം വഹിക്കാൻ കഴിയുന്ന ഒരു സഭയാണ് CSI സഭ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ സഭയോട് പ്രാർത്ഥിക്കുക. എല്ലാ കാര്യത്തിലും ഇത് വളരെയധികം വലിയൊരു സഭയാണ്. കത്തോലിക്ക സഭ കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ സഭയാണ്. അംഗങ്ങളുടെ കാര്യത്തിൽ 55 ലക്ഷമാണ്. ഭൂസ്വത്തിന്റെ കാര്യത്തിൽ ഒന്നാമതാണ് നമ്മുടെ മഹാരാജ. മറ്റ് സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ സഭ, മറ്റ് സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിലാണ് നമ്മുടെ CSI സഭ. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളും വളരെ ഉണ്ട് എന്ന് ഓർക്കണം. എല്ലാം ഭംഗിയായിട്ട് പോകണമെങ്കിൽ ധാരാളം ആളുകൾ അതിനകത്ത് മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ദൈവനാമം മോഹത്തിലാക്കി ദൈവത്തെ കണ്ണം ദൈവത്തിന്റെ കൃപയില്ലാതെ ഒന്നുമേ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പിന്നെ ദുബന്മാർക്ക് തിരുമേനിയാണ് നമുക്ക് മോഡറേറ്റത്തിന് വേണ്ടിയായിട്ടുള്ളത്. തിരുമേനി പേരുള്ള എല്ലാ ആശംസകളും ഈ സഭയ്ക്ക് നേരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സന്ദർശനങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ജർമ്മൻ പാർട്ട്ണർഷിപ്പ് നമുക്ക് നമ്മുടെ പ്രായ കാലത്തിലുള്ള പാർട്ട്ണർഷിപ്പാണ്. ജർമ്മൻ പാർട്ട്ണർഷിപ്പ് EKH എന്ന് പറയുന്ന സഭയുമായിട്ടുള്ള നമ്മുടെ പാർട്ട്ണർഷിപ്പ്. അത് ആദ്യമേ നമുക്ക് 4 ഡീലറുകൾ പ്രകാരപ്പോൾ 2 ഡീലറുകളോട് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അതിന്റെ ഒരു വിസിറ്റിംഗ് ആണ്. 10 പേരാണ് പോകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയും കൃത്യമായി ആവശ്യപ്പെടുന്നു. സഭ ഈ കാലങ്ങളിൽ അഭിമുഖീകരിക്കുന്ന വിവിധമായ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാൻ സാക്ഷിയുടെ ഒരു സംഭവമായി നിലനിൽപ്പാൻ നമുക്ക് കൃത്യമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവിധമായ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും കുടുംബമായിട്ടുള്ള എല്ലാവിധമായ ആശംസകൾ നിങ്ങൾക്ക് അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുകയും ചെയ്യുവാനാണ്.